ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് എന്തൊരു ഭംഗി അല്ലേ? ഈ കവിത എഴുതിയത് ആരാണ്? സുഗതകുമാരി. ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? വാഴത്തെ. ഇത്രയും നിങ്ങൾക്കറിയാം. പദ്യം 1004 വരി കാണാതെ എഴുതി പഠിക്കാനുള്ളതാണ്. എഴുതി പഠിച്ചോ? പഠിച്ചോ അല്ലേ? അർത്ഥവും എതിർലിംഗവും പര്യായമൊക്കെ പഠിച്ചോ? കഴിഞ്ഞ ദിവസം മാം അത് പറഞ്ഞു തന്നിരുന്നു. പഠിച്ചു അല്ലേ? മാം ചോദിക്കുകയാണ്, നിങ്ങൾ ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം. കാലത്ത്, കാലത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? കാലത്ത് രാവിലെ, കാലത്ത് രാവിലെ. തിടുക്കം, തിടുക്കം എന്ന് പറഞ്ഞാല് പരിഭ്രമം, വെപ്രാളം എന്നൊക്കെ തിടുക്കത്തിന്റെ അർത്ഥമായിട്ട് വരുന്നതാണ്. അടുത്ത വാക്ക് കൊച്ചനിജത്തി. കൊച്ചനുജത്തി ചെറിയ അനിയത്തി. ഇപ്പൊ കൊച്ചനുജൻ എന്നാണെങ്കിലോ ചെറിയ അനുജൻ. ഭംഗി, ചന്തം. ഇനി പര്യായമായിരുന്നത് ഏതാ? 2 പര്യായപദങ്ങളാണ് നമ്മൾ പഠിച്ചത്. അച്ഛൻ പര്യായം, അച്ഛൻ പര്യായം താതൻ, ജനകൻ. പാൽ പര്യായം ക്ഷീരം, പയസ്. എതിർലിംഗം അമ്മ, എതിർലിംഗം എന്താണ്? അച്ഛൻ. അമ്മ, അച്ഛൻ. അനിയത്തി, അനുജൻ. കറക്റ്റ് ആണ്. ആൻസർ എന്ന് പറഞ്ഞ ആൻസറൊക്കെ കറക്റ്റ് ആണ്. ഇനി നമുക്ക് പിരിച്ചെഴുതുകയാണ് പഠിക്കേണ്ടത്. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കൂ. ആദ്യത്തെ വാക്കൊന്ന് വായിച്ചത് തന്നെ. കാലത്തമ്മേ. കാലത്തമ്മേ എങ്ങനെയാ പിരിച്ചെഴുതുക? കാലത്ത് പ്ലസ് അമ്മേ. കാലത്ത് പ്ലസ് അമ്മേ. കാലത്ത് എന്നാദ്യം പ്ലസ് അമ്മേ. കാലത്തമ്മേ. കാലത്ത് പ്ലസ് അമ്മേ. കാലത്തമ്മേ. അടുത്ത പദമോ? കാപ്പിയൊരുക്കാൻ. കാപ്പിയൊരുക്കാൻ എങ്ങനെ പിരിച്ചെഴുത? കാപ്പി പ്ലസ് ഒരുക്കാൻ. എഴുതാലോ? കാപ്പി പ്ലസ് ഒരുക്കാൻ. അടുത്ത പദോ? അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് പ്ലസ് ഇല്ല. അമ്മയ്ക്ക് പ്ലസ് ഇല്ല. അമ്മയ്ക്ക് പ്ലസ് ഇല്ല. അടുത്ത പദം വായിക്കൂ. സഞ്ചിയുമായി. സഞ്ചിയുമായി എങ്ങനെ പിരിച്ചെഴുത? സഞ്ചിയും പ്ലസ് ആയി. സഞ്ചിയും പ്ലസ് ആയി. ഒന്നുകൂടി വായിക്കാൻ പദങ്ങളൊക്കെ. കാലത്തമ്മേ. കാലത്ത് പ്ലസ് അമ്മേ. കാപ്പി ഒരുക്കാൻ. കാപ്പി പ്ലസ് ഒരുക്കാൻ. അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് പ്ലസ് ഇല്ല. സഞ്ചിയുമായി. സഞ്ചിയും പ്ലസ് ആയി. ഇപ്പൊ പിരിച്ചെഴുതാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു. ഇനി അതിലെ ചോദ്യോത്തരങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. അടുക്കളയിൽ മേളങ്ങൾ എന്തെല്ലാം? അടുക്കളയിലെ മേളങ്ങൾ എന്തെല്ലാം? എന്തെല്ലാം കാര്യങ്ങളാണ് അടുക്കളയിൽ കാലത്ത് അമ്മ ചെയ്യുന്നത്? എന്തൊക്കെയാ? അച്ഛനെ കാപ്പി കൊടുക്കണം, അനുജത്തിയെ നോക്കണം, ചോറും കറിയും വെക്കണം. ഇതെല്ലാമാണ് അടുക്കളയിലെ മേളം. ഒന്നുകൂടി പറയാം. അച്ഛനെ കാപ്പി കൊടുക്കണം, അനിയത്തിയെ നോക്കണം, ചോറും കറിയും വെക്കണം. എളുപ്പമാണല്ലോ. അടുത്ത ചോദ്യം. കുട്ടിക്ക് അമ്മയുടെ ഭംഗി എപ്പോഴാണ് അനുഭവപ്പെടുന്നത്? എപ്പോഴാണ്? പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ അമ്മ നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോഴാണ് അമ്മയുടെ ഭംഗി കുട്ടി അറിയുന്നത്. ഒന്നുകൂടി പറയാം. എന്താണ്? പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോൾ, പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോഴാണ് അമ്മയുടെ ഭംഗി കുട്ടി അനുഭവപ്പെടുന്നത്. അമ്മയ്ക്ക് എന്തൊരു ഭംഗി എന്ന കവിത എഴുതിയത് ആരാണ്? ആരാണ് എഴുതിയത്? സുഗതകുമാരി. അമ്മയ്ക്ക് എന്ത് ഭംഗി എന്ന കവിത എഴുതിയത് ആരാണ്? അമ്മയ്ക്ക് എന്തൊരു ഭംഗി എന്ന കവിത എഴുതിയത് ആരാണ്? സുഗതകുമാരി. ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? വാഴത്തെ. അറിയാലോ. പിന്നെ ഈ പാഠഭാഗത്ത് വരുന്ന ചില്ലക്ഷരങ്ങൾ എന്തെല്ലാം? ചില്ലക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ
ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ചില്ലക്ഷരങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? എർ, എൽ, എൾ, എൻ, എൺ. അങ്ങനെ 5 ചില്ലക്ഷരങ്ങളുണ്ട്. ഈ ചില്ലക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. പാഠഭാഗത്ത് നമുക്ക് വരുന്നത് തീർക്കാൻ, കുളിക്കാൻ, നോക്കാൻ എന്നുള്ള പദങ്ങളൊക്കെ വരുന്നുണ്ട്. എവിടെയാണ് വരുന്നത്? പാല് കൊടുക്കാൻ. കൊടുക്കാൻ എന്നതിലെ എൻ എന്നുള്ള പദം, അതായത് എൻ എന്നുള്ള അക്ഷരം ചില്ലക്ഷരമാണ്. എന്നെ ഒരുക്കി അയക്കാൻ. അയക്കാൻ എന്നതിലെ എൻ എന്നുള്ള അക്ഷരം. അതേപോലെ തന്നെ വെക്കാൻ. വെക്കാൻ എന്നതിലും എൻ ഉണ്ട്. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമ്മൾ പാഠഭാഗത്ത് നിന്ന് വരുന്ന ചില്ലക്ഷരം വരുന്ന പദങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നോട്ട്സ് ഒക്കെ നിങ്ങൾ ഭംഗിയായി വൃത്തിയായി 2 ലൈനും ഒട്ടിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയിരിക്കണം. റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. കോപ്പി ബുക്ക് എഴുതാൻ മറക്കരുത്. മാം എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്, മറക്കാതെ നിങ്ങൾ ചെയ്യണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി കാണാം. നന്ദി.